ഇന്നത്തെ ചിക്കു സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് വോട്ടിങ്ങിന് പോകണം എന്നുള്ളത് കൊണ്ട് ഗോതമ്പ് ദോശ അതും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പൊ ക്യാരറ്റും ബീൻസും സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിച്ചത് ഇട്ടിട്ട് മുട്ടയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണിത്. അപ്പം ഇതിന്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി. അപ്പം അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പം ഈ കാണുന്നത്. അപ്പം ഇത് കഴിച്ചുകൊണ്ടാണ് നമ്മൾ വോട്ടിങ്ങിനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശയെല്ലാം കഴിച്ച് ചായ എല്ലാം കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം വോട്ടിങ്ങിന് പോകാനായിട്ട് ഞാൻ റെഡിയായി. അപ്പം നമ്മളുടെ സ്കൂളിലാണ് വോട്ടിംഗ് ഉള്ളത്. അപ്പം ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പം നമ്മൾ വണ്ടിയുമാണ്, നമ്മുടെ സ്കൂട്ടിയുമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞാനും എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വോട്ട് ചെയ്യാനായിട്ട് പോയത്. നമ്മൾ രാവിലെ 11 മണി 11:30 നേരത്തൊക്കെയാണ് കേട്ടോ ചെന്നത്. അത്യാവശ്യം തിരക്കുണ്ടോ ചോദിച്ചാൽ അധികം ഇല്ല, എന്നാലും ഉണ്ട് എന്നുള്ളൊരു മട്ടിലായിരുന്നു. പിന്നെ വോട്ട് ചെയ്തിട്ട് നമ്മുടെ സ്ഥിരം ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു വിരലിന്റെ. അപ്പൊ വിരലും അപ്പൊ ഞാനും കൂടെ കുറച്ച് വിരലിന്റെ ഫോട്ടോസുകളൊക്കെ എടുത്തു സ്റ്റാറ്റസ് ഇടാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയിട്ടോ. അപ്പൊ ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് ഒരുവിധം ദിവസങ്ങളിലൊക്കെ ചക്കപ്പുഴുക്കും ചക്കപ്പേരിയും ചക്കപ്പഴുത്തതും ഒക്കെയാണ് നമ്മുടെ വീടുകളിൽ. അപ്പൊ അതൊരു സ്ഥിരം കാഴ്ചയാണ്. അപ്പം നമ്മളിവിടെ പുഴുക്കുണ്ടാക്കുന്നത് ഇതുപോലെ ചക്ക അല്പം മഞ്ഞ കളറ് ബാധിച്ച ചക്ക. അപ്പൊ അതിനെ ഒന്ന് പുളി വെക്കുന്നതിന് മുന്നുള്ള പരിവട്ടോ. അപ്പൊ അത് നമ്മൾ ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റായി. പിന്നെ അതിലോട്ട് തേങ്ങയും ചുമന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം ചതച്ച് വെച്ചത് ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളിവിടെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. മുൻപ് കടുകൊക്കെ പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം കടുക് പൊട്ടിക്കുന്ന സംഭവം നമ്മുടെ കപ്പ പുഴുക്കിനും ഒരേ ടേസ്റ്റ് വരുന്നതുകൊണ്ട് നമ്മൾ കടുക് പൊട്ടിക്കൽ നിർത്തിയിട്ടോ. അപ്പം ഈ രീതിയിലാണ് ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പം ഇതാണ് ഇപ്പം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം. അപ്പം ഇടയ്ക്ക് നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കും. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ചക്കപ്പുഴുക്ക് സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഇതായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ. അപ്പം ഇലയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് വീഡിയോ എടുക്കുന്ന കാരണം. അപ്പം ഇതാണ് നമ്മുടെ ചക്കപ്പുഴുക്ക്. ഇതിൽ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടില്ല കേട്ടോ. കാരണം ഓൾറെഡി ചക്കയുടെ കളർ മഞ്ഞയായിരുന്നു നമ്മൾ എടുത്ത ചുളയുടെ കളറ്. പിന്നെ നമ്മൾ ഡയാനയുടെ നീരാട്ടായിരുന്നു. അപ്പം ഡയാന ഓടിക്കളിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉടമയെല്ലാം വടി പിടിച്ച് വന്ന് സൈഡിൽ നിൽപ്പുണ്ടായിട്ടോ. അപ്പം നമ്മൾ വീഡിയോ കുറച്ച് ഡയാനയുടെ എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻകാരൻ വന്നു കേട്ടോ. അപ്പം മീൻകാരൻ വന്നപ്പം നമ്മുടെ അമ്മൂസിനും കിങ്ങിണിക്കൊക്കെ മീൻ കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ചീര നുറുക്കാനുണ്ടായിരുന്നു. ഇത്രയും ചീര നുറുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മൂസും കിങ്ങിണിയൊക്കെ മീൻകാരൻ കൊടുത്ത മീനെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മീൻകാരൻ വരുമ്പോൾ അവരെപ്പോഴും ചുറ്റിനും നിന്ന് മീൻ കിട്ടുമോ എന്ന് നോക്കൂട്ടോ. അപ്പം അടുത്ത മീൻകാരൻ വീണ്ടും വന്നു. പുള്ളി നിറച്ച് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് വന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി മീൻ കഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുമ്പാമ്പുളി ഇതുപോലെ അരിഞ്ഞ് ഉണക്കാൻ വെച്ചിട്ടുണ്ടായി. പക്ഷെ ഇത് അച്ചാറുണ്ടാക്കിയത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അത് ഏകദേശം കഴിയാറായി. എനിക്ക് ആകെ കുറച്ച് മാത്രം അച്ചാർ ഇടാൻ പറ്റിയുള്ളൂ. അപ്പം അത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ആകെ ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ പകുതിയോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അച്ചാറിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കാണാൻ പറ്റിയത്. പിന്നെ നമ്മൾ ചക്ക വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ വറുത്ത ചക്കയാണ് കേട്ടോ, നമ്മുടെ ചക്കയാണ്. അപ്പം അതും ചായയും കൂട്ടി വൈകിട്ട് ഒരു 4 മണി 4:30 നമ്മൾ ടീ കുടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സന്ധ്യയൊക്കെ ആവാറായപ്പോൾ നമ്മൾ കുറച്ച് ചന്ദ്രനെയൊക്കെ എടുത്തു വെച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വോട്ടിങ്ങിൻ്റെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പം അതുവരയ്ക്കും ബൈ.